Gurudevan TV, the true spiritual channel of Bharat. ഓം നമോ വാസുദേവായ നമഃ. എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആബാലവൃദ്ധജനങ്ങൾക്കും കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിവരില്ല. കണ്ണനെക്കുറിച്ചുള്ള ഓരോ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ കണ്ണനോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നു. കണ്ണനോടുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കുന്നു. നമ്മൾ കണ്ണനോടൊപ്പവും കണ്ണൻ നമ്മളോടൊപ്പവും സദാ സർവദാ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കോട്ടയം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത കണ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യവും പ്രത്യേകതകളുമാണ് ഇന്ന് ഗുരുദേവൻ ടിവിയിൽ പങ്കുവയ്ക്കുന്നത്. എല്ലാവരെയും ഗുരുദേവൻ ടിവിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. പുലർച്ചെ 2 മണിക്ക് നട തുറന്ന് കൃഷ്ണന് അഭിഷേകം നടത്തി ആദ്യം ഉഷപ്പായസം നേദിക്കുന്നു. കംസവധത്തിനു ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മ യശോദ ഉഷപ്പായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. തിരുവാർപ്പ് ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് ആരാധിക്കാൻ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായ വിഗ്രഹം നൽകി എന്നും വനവാസം അവസാനിപ്പിച്ച് പാണ്ഡവർ മടങ്ങിയപ്പോൾ നിത്യവും പൂജിച്ചിരുന്ന വിഗ്രഹം ദ്രൗപദിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കി. മുക്കുവന്മാർ മീൻ പിടിക്കുന്നതിനിടയിൽ വലയിൽ കുടുങ്ങിയ വിഗ്രഹത്തെ അവർ നാട്ടിൽ കൊണ്ടുപോവുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവർ അത് തിരിച്ചു കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷം വില്യമംഗലം സ്വാമി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം എന്തിലോ തടഞ്ഞ് നിന്നു. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകുന്നില്ല എന്ന് കണ്ടിട്ട് സ്വാമി വള്ളക്കാരനോട് ഇറങ്ങി നോക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്നും മഹാവിഷ്ണു വിഗ്രഹം ലഭിക്കുകയും സ്വാമി വിഗ്രഹവുമായി യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെട്ട സ്വാമി വള്ളം കരയ്ക്കടുപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായി ഇരുന്നു. വിഗ്രഹം അടുത്തു കണ്ട വാർപ്പിൽ വെച്ചു. ഉറക്കമുണർന്ന സ്വാമി വിഗ്രഹം എടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഇതറിഞ്ഞ ആളുകൾ അവിടെ തടിച്ചുകൂടി. ആ സ്ഥലം കുന്നംകരി മേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു. അദ്ദേഹം വില്യമംഗലം സ്വാമിയോട് ഇവിടെ ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ വാർപ്പിൽ ഉള്ള ഭഗവാന്റെ പ്രതിഷ്ഠ ഉള്ളതിനാൽ ഈ സ്ഥലം തിരുവാർപ്പ് എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല. ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിനു ശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു. ഈ സമയം അതുവഴി വന്ന വില്യമംഗലം സ്വാമി കൃഷ്ണൻ വിശന്നിരിക്കുകയാണ്, ഇവിടത്തെ കൃഷ്ണൻ വിശപ്പ് സഹിക്കില്ല എന്നും പറഞ്ഞു. തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിന്റെ താക്കോലിനൊപ്പം കോടാലിയും. ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും. ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ഭഗവാന് നിവേദ്യം നൽകണമെന്നാണ് പറയപ്പെടുന്നത്. 5 തവണത്തെ പൂജയുള്ള മഹാക്ഷേത്രമാണ്. എന്നാൽ അത്താഴ പൂജ ദീപാരാധനയ്ക്ക് മുമ്പാണ്. ഇവിടുത്തെ വിഗ്രഹം ചേർത്തലയിൽ നിന്നു ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്രപൂജാരി അത്താഴ പൂജ സമയത്ത് ചേർത്തലയിൽ നിന്ന് എത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചേർത്തലയിൽ നിന്ന് എത്തിയ ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടയും ഉണ്ട്. ഇത് കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ടകൊട്ടി അറിയിച്ചതിൻ്റെ അടയാളമായി ആണ് കാണുന്നത്. വെളുപ്പിന് 2 മണിക്കോ അതിനടുത്ത സമയത്തോ ആണ് ക്ഷേത്രനട തുറക്കുക. ഉദയാൽപരം എന്ന കണക്കടിസ്ഥാനത്തിലാണ് നട തുറക്കുന്നത്.
ഇവിടുത്തെ ഉഷപ്പായസം വളരെ പ്രധാനമാണ്. ധാരാളം ശർക്കരയിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം നെയ്പായസമാണ് ഉഷപ്പായസം. ഇത് പേര് സൂചിപ്പിക്കും പോലെ ഉഷപൂജയ്ക്കാണ് നേദിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് ഇത്. 5 നാഴി അരി, 50 പരം ശർക്കര, 7 തുടം നെയ്യ്, 5 കദളിപ്പഴം, 5 കൊട്ടത്തേങ്ങ എന്നിവയാണ് ഉഷപ്പായസത്തിലെ ചേരുവകൾ. മറ്റുള്ള ദേവീദേവന്മാർക്ക് മുമ്പ് ഉഷപ്പായസം കഴിയിക്കുന്ന തിരുവാർപ്പിലപ്പൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രസിദ്ധമായ പൽപ്പായസം കഴിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ രാത്രി തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉപ്പുമാങ്ങ കഴിക്കുമെന്നും പറയാറുണ്ട്. തന്മൂലം ഇവിടെ ഉച്ചപൂജയും അത്താഴപൂജയുമെല്ലാം നേരത്തെയാണ്. അത്താഴപൂജ കഴിഞ്ഞാണ് ഇവിടെ ദീപാരാധന നടത്തുക. ഇത് ഇവിടെയും അടുത്തുള്ള കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലും മാത്രമുള്ള പ്രത്യേകതയാണ്. ഗ്രഹണസമയത്ത് ക്ഷേത്രങ്ങളിൽ എല്ലാം നട അടച്ചിടും. എന്നാൽ തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പൂജകൾക്ക് ഗ്രഹണം തടസ്സമാകില്ല. ഗ്രഹണസമയത്ത് ഇവിടെ വിശേഷാൽ പൂജകൾ ഉണ്ടാകാറുണ്ട്. അതേസമയം പുറത്തെ ഗോപുരവാതിലുകൾ ഗ്രഹണസമയത്ത് തുറക്കില്ല. കൃഷ്ണ കൃഷ്ണ പാഹി മാം കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ പാഹി മാം കൃഷ്ണ പാഹി മാം, കൃഷ്ണ കൃഷ്ണ പാഹി മാം കൃഷ്ണ പാഹി മാം, കൃഷ്ണ കൃഷ്ണ പാഹി മാം കൃഷ്ണ പാഹി മാം, കൃഷ്ണ കൃഷ്ണ പാഹി മാം കൃഷ്ണ പാഹി മാം. സർവം നവനീത കൃഷ്ണാർപ്പണമസ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.